ഡ്രഗ്സിൻ്റെ കേസിലാണ് വണ്ടി പിടിച്ചത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പിടിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് എന്തെങ്കിലും പറ്റിയാലോ ഈ പറഞ്ഞ പോലെ അത് എന്നെ അല്ല ബാധിക്കത്തുള്ളൂ, ഓനെ ബാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു ബിനാമിയായിരുന്നു ഞാനതിൽ. ആടി ഞാൻ പൊട്ടനായി, ആടി ഞാൻ പറ്റിക്കപ്പെട്ടു, മനസ്സിലായോ? ആടി ഞാൻ പറ്റിക്കപ്പെട്ടു. ഞാൻ ആദ്യം മമ്മൂനെ വിളിക്കട്ടെ, മമ്മൂനെ വിളിക്കട്ടെ, മമ്മൂനെ വിളിക്കട്ടെ. മമ്മോ, മമ്മോ ലൈവും കണ്ട് ആടെ ഇരിക്കുന്നുണ്ടാവും സ്റ്റെപ്പിൻ്റെ അടുത്ത്. ബാ, ഇതൊക്കെ കൊണ്ടാന്ന് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഗെയിമിൻ്റെ പേരിലല്ല ഞാൻ ആരുമായിട്ട് ഇതായത്. ഒരു ഗെയിമിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാനും മാത്രമുള്ള മണ്ടനല്ല ഞാൻ, മനസ്സിലായോ? എൻ്റെ കൂടെയുള്ളവരെ പറഞ്ഞാലോ അല്ലെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞാലോ എനിക്ക് കൊള്ളും. അതിൻ്റെ പേരിലാണ് അത്രയും ക്രൂരത അവർ ചെയ്തതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഓരോരുത്തരെയും ഹെയ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓനൊക്കെ ഞാൻ പറയുന്നതും, മനസ്സിലായോ? ഓനൊക്കെ ബാക്കിൽ അമ്മാതിരി വിഷമുണ്ടെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മാതിരി കാര്യങ്ങൾ വന്ന് പറയുന്നത്. അതെനിക്ക് ആദ്യം മുതലേ അറിയായിരുന്നു, മനസ്സിലായോ? അല്ലാതെ വെറുതെ അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് എനിക്ക് ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞു. ബ്രദർ, ഹെയ്റ്റ് ഞാൻ തന്നിട്ടില്ല, മനസ്സിലായോ? ഹെയ്റ്റ് ഞാൻ തന്നിട്ടില്ല, ഹെയ്റ്റ് ഞാൻ തരും, മനസ്സിലായോ? ഹെയ്റ്റ് ഞാൻ തരും. അതെന്താ ഹെയ്റ്റ് എന്താന്നുള്ളത് ബ്രോക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലായോ? ബ്രോക്ക് എന്തോ ചീന്നാക്കിയാൽ അത് കൊണ്ടുപോയിട്ട് ഒരു ലൈവ് എടുത്തിട്ട് അതിന് കുറ്റം പറയാല്ലാണ്ട് ഹെയ്റ്റ് എന്താന്ന് ബ്രോ അറിഞ്ഞിട്ടില്ല. അത് ഞാൻ അറിയിച്ചു തരാം, മനസ്സിലാവും? ഈ പറഞ്ഞ എൻ്റെ കൂടെയുള്ളവനെയും ഇതിലും നീ ഓനടിക്കുന്നത് കണ്ടപ്പോൾ നീ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഹെയ്റ്റ് എന്താന്ന് ഞാൻ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം, മനസ്സിലായോ? ആ ആ അയ്യോ, വർക്ക് ചെയ്യുന്നില്ല എന്തോ. അത് കുഴപ്പമില്ല, ഇതിൽ പറയാം. സ്ക്രീന് വലുതാക്കാനോ? എല്ലാവർക്കും പറയാനുണ്ട്, എല്ലാവരും പറയും. ഇപ്പൊ തൽക്കാലം ഞാനും മമ്മും ഇതായിക്കോളാം, ബാക്കി നമ്മൾ ഓരോരുത്തരായിട്ട് ഇതായിക്കോളും. എന്താ ഇവിടെ പുതുങ്ങാനാണോ നീ വന്നിന്? കൊറേ കാലം പുതുങ്ങി നിന്നല്ല, അതിന് കിട്ടിയല്ലോ. ഏട്ടനെല്ലാം പറഞ്ഞ് കൂടെ ഉണ്ടായവനെല്ലാം അടിച്ചു തന്നല്ലോ. നമുക്ക് തോന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക് ഓമ്പിക്കുന്നുള്ളൊരു സാധനം. മമ്മു ഐഫോണ്, മമ്മു ഐഫോൺ. നിനക്കെന്തോ പി സി മേടിച്ചു തരാം, നിനക്കെന്തോ ഐഫോൺ മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലോ. അതെവിടെ? പി സി എവിടെ? പി സി പോയിട്ട് എടാ, പി സിനെക്കാട്ടിയും ഏറ്റവും ഇതാണ് ഒരാൾക്കുള്ള ഒരു മൊബൈൽ. അതായത് എന്നോട് അധികം ചെയ്യാൻ പറയല് IR ഇതാണ്. അപ്പം IR ഞാൻ ഈ പൊട്ടിപ്പൊളിന ഫോണിലാണ് ഞാൻ IR ചെയ്യുന്നത്. മമ്മൂൻ്റെ ഫോൺ എൻ്റെ ഫോൺ അതാടാ, എൻ്റെ അപ്പുറത്ത് തന്നെ. ഞാൻ എന്തിനാ കള പറയുന്നത്? കള പറഞ്ഞിട്ട് എന്താണ് കിട്ടുന്നത്? ബാങ്ക് ബാലൻസ്. എന്താ ബാങ്ക് ബാലൻസ്? എനിക്കിതൊന്നും എടാ, ബാങ്ക് ബാലൻസിലൊന്നും ഇല്ല. അതിന് സാലറി വേണ്ടേ? സാലറി ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഡിസ്കോഡിൽ ഒരു വീഡിയോ ഇട്ട് കുക്കായിട്ടാണ് ഞാൻ MRS എന്നുള്ള ഗ്യാങ് ഇല്ല അന്നേരം ഓൻ്റെ അപ്പുറം ഞാൻ പോയത്. തൊപ്പി എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ, അല്ലാണ്ട് MRS ഗ്യാങ് എന്നുള്ളൊരു സാധനമെല്ലാം വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഡിസ്കോഡിൽ ഒരു വീഡിയോ ഇട്ട്, ഞാൻ അധികം കൊണ പറയുന്നില്ല, ഞാൻ കുറച്ച് ഇതാക്കാം. ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോയി. കുക്കിന് ശമ്പളം ഉണ്ട് പറഞ്ഞ അന്നത്തെ ഓഡിയൻസിന് അറിയായിരിക്കും. പിന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്റെ മറ്റു സംഭവം അവർ ചോദിക്കുന്നത്. നീ ഒരിക്കൽ 45,000 എന്തോ ലൈവ് കാണിച്ചില്ലേ? ഞാനടക്കം വിശ്വസിച്ചത് അത്. ഞാൻ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാനടക്കം വിശ്വസിച്ചായിരുന്നു. ഞാൻ വീട്ടിലെന്തോ കണ്ണൂർ, നാട്ടിലുണ്ട് കണ്ണൂരെന്തോ. നിങ്ങൾ മാത്രല്ല, കാരണം എൻ്റെ ഉമ്മ പോലും വിശ്വസിച്ചു. 45,000 പിറ്റേന്ന് ഉമ്മ വഹിക്കുന്നത് 45,000 ഇല്ല, എന്താ പൈസ അയക്കാത്തേന്ന്. കാരണം ഓൻ്റെ പൈസയാടാ. എനിക്ക് 2-3 ദിവസം മുമ്പേ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി ബാങ്ക് ബാലൻസ്. ഇതിപ്പോ ഓൻ പറഞ്ഞാണ് ഇങ്ങനെ ഇവര് ചോദിക്കുമ്പോൾ എന്തായാലും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓൻ തന്നെ ആരോടോ അങ്ങ് അയപ്പിക്കും. കാരണം ഓനിക്ക് ഇങ്ങനെ അയക്കാൻ പറ്റില്ല, എന്തോ ടാക്സ് എന്തോ ഇതില്ലോണ്ട്. അപ്പോൾ ഓൻ്റെ പൈസയും ഓൻ്റെ പ്രൊമോഷൻ്റെ പൈസയെല്ലാം കുറച്ച് അനക്ക് അയക്കും. ബാക്കിയുള്ളവർ കുറേ ഉണ്ടാവും, കുറേ ആൾക്ക് ഓനക്ക് അയക്കും. അതായത് ഓൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന ഇതാണെന്തല്ലോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെ അയച്ച പൈസയാണ് ആ 45,000 എന്നുള്ള ഒരു സാധനം. ഞാൻ ഗൂഗിൾ പേൻ്റെ മൊത്തം ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ പേ അതായത് നമ്മൾ അയച്ചു കൊടുത്ത സംഭവം ഒരു ഇതുണ്ടല്ലോ, ഗൂഗിൾ പേ എന്നുള്ളൊരു സാധനം. അപ്പോൾ അതൊരിക്കലും ചതിക്കൂലല്ലോ നമ്മളെ. അപ്പോൾ തെളിവായിട്ട് അതുണ്ട്.
സ്ക്രിപ്റ്റ് എന്ത് സ്ക്രിപ്റ്റാണ് മൊത്തേ. അല്ല അത് ഞാൻ പറഞ്ഞിടത്ത കാര്യം അത് അവർക്ക് ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ആടാ എടാ അവർക്ക് അങ്ങനെ തോന്നൂടാ. കാരണം അവരൊരു 3 വർഷം ഒരാൾ അങ്ങനെ കണ്ടു, അവരെ എല്ലാ സ്ഥലത്തും അങ്ങനെ കണ്ടു, അങ്ങനെ ആരാധിച്ചു, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ട് പെട്ടെന്ന് അവരുടെ കൂടെയുള്ള ആൾക്കാർ വന്ന് പറയുമ്പോ അവർക്ക് അത് തോന്നും. ഇല്ല, അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ നോക്കണ്ട. അവർക്ക് അങ്ങനെ തോന്നും. അത് സത്യം തെളിയുന്നവരെ അവർക്ക് തോന്നും. അത് അവർക്ക് തോന്നിക്കോട്ടെ, ആ ഡൗട്ട് അവർക്ക് ഉണ്ടായിക്കോട്ടെ. ഡോട്ട് ഓക്കെ. ഇത് എല്ലാ എന്തെങ്കിലും കോൺട്രവേഴ്സി എന്തായാലും സ്ക്രിപ്റ്റ് എന്നുള്ളൊരു സാധനം ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ മനുഷ്യന്മാരാണ്. കാരണം നമ്മൾ പറയുന്നതും കൂടി നിങ്ങൾ കേൾക്കണം. നമ്മൾ ആടെ അനുഭവിച്ച കാര്യങ്ങൾ, അതായത് ആടെ അത്രയും നിന്നിട്ട് നമ്മൾ അനുഭവിച്ച എന്ത് പ്രൂഫാണോ നിനക്ക് വേണ്ടത്? ഓനോന്റെ വീട്ടിൽ പോയിട്ട് ഓനോന്റെ വീട് കാണിച്ചു തരും 3 വർഷമായിട്ടുള്ള. അതിന്റെ അപ്പുറത്തോട്ട് എന്താടാ നിനക്ക് പ്രൂഫും എല്ലാം? 3 വർഷമായിട്ട് ഓന്റെ കൂടെയുള്ള കോടീശ്വരനായ തൊപ്പി എന്ന് പറഞ്ഞ BMW ഫോർച്യൂണറും 4-5 കാറും വീടും ബംഗ്ലാവും ഇത് പറഞ്ഞ ലക്ഷക്കണക്കിന് ഉറുപ്പിയും കോടിക്കണക്കിന് ഉറുപ്പിയും ഉണ്ടാക്കുന്ന തൊപ്പീന്റെ കൂടെ 3 വർഷമായിട്ടുള്ള ഇവന്റെ വീട് ചോർന്നൊലിക്കുക എന്ന് പറഞ്ഞിട്ട് അത് നിനക്ക് വിശ്വസിക്കാൻ പറ്റാണ്ട് അത് നിനക്ക് ഇവൻ കാണിച്ചു തരും. മനസ്സിലാ? ഇവനത് കാണിച്ചു തരും. ഇവൻ കണ്ണൂരിൽ പോയിട്ട് നിനക്ക് നാളെ ആ വീഡിയോ അപ്ലോഡ് ആയിട്ട് നിങ്ങൾക്ക് അത് കണ്ണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഇവന്റെ വീട് ചോർന്നൊലിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുമോടാ? ബുദ്ധിയില്ലാത്ത മൊണ്ണകളെ. ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരോട്. ഞാൻ തെളിവ് മൊത്തം കാണിച്ചെന്നാ പോരെ. കാരണം ഇത്ര കൊല്ലം ഓക്കെ നിങ്ങളെല്ലാം മനസ്സിൽ, അതായത് ഒരു ഓഡിയൻസ് ഓക്കെ നിങ്ങളെല്ലാം കാണുന്നത്. കാരണം തൊപ്പിക്ക് ഇത്രയും പൈസയുണ്ട്, തൊപ്പി ഇവരെല്ലാം പോറ്റി വളർത്തുന്നുണ്ട്. അപ്പം മമ്മൂന്റെ ഗെയിമിൽ എത്ര ഉണ്ടാവും? കാരണം മമ്മു ആണ് ഇവരെക്കാട്ടി മുന്നേ വന്നത്. അപ്പം മമ്മൂന്റെ ഗെയിമിലും പൈസ ഉണ്ടാവും. അപ്പോൾ ഓൻ്റെ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ ഇവനോട് ചോദിച്ചു, നീ അത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ ഇതെല്ലാം ഞാൻ അങ്ങ് കാണിച്ചു കൊടുക്കട്ടെ, അതായത് ആൾക്കാരിൽ അറിയട്ടെ. കാരണം പിന്നെ മമ്മൂൻ്റെ വീട് എല്ലാവരും കാണട്ടെ, ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ഓൻ പറഞ്ഞ ഒരു വാക്കാണ്, പൊന്നു മമ്മു ദയവ് ചെയ്ത് നിന്റെ ആ പൊട്ടിപ്പോളുന്ന വീട് കാണിക്കല്ലേ, കാരണം അനക്ക് നാണക്കേടാണ്. ഉമ്മ സത്യമായിട്ട് പറഞ്ഞതാ. ഞാൻ ഇപ്പൊ ആക്ടിങ് ആണ് മറ്റേതാണെന്നും പറയുന്നുണ്ടാവും. ഞാൻ അനുഭവിച്ച കാര്യം അതായത് ഞാൻ എത്ര കാലം അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ എത്ര കാലം എന്നെ അടിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം എനിക്ക് പറയണമെന്ന് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. കാരണം ഞാൻ അത്രയും ആടെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാര്യം പറയാം, അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഓക്കെ കുളിസീൻ്റെ വിഷയത്തിൽ ആ കരച്ചിലും പിടിച്ചില്ല. ഞാൻ എന്തിനാ കരയുന്നത് കേസ്? ഞാൻ കരഞ്ഞത്, ഞങ്ങൾക്ക് കരയണമെന്ന് തോന്നി. ഞങ്ങൾക്ക് ആൾക്കാരോട്, ഞാൻ കുളിസീന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ആൾക്കാരോട് പറയണമെന്ന് ഉണ്ടായിട്ടുള്ളൂ. ഗെയ്സ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് ഇങ്ങനെ ആയിട്ട്. പക്ഷെ കരയാനെല്ലാം പ്രേരിപ്പിച്ചത് ഈ തൊപ്പി എന്നുള്ളൊരു വ്യക്തിയാണ്. നിഹാദ് എന്ന് പറഞ്ഞവനാണ് എന്നോട് കരയിപ്പിച്ചു. നീ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ അത് എന്തിനാ കരഞ്ഞിട്ട് വെറുതെ എന്തിനാ സ്ക്രിപ്റ്റ് ഇതെല്ലാം ആക്കുന്നത്? ഞാൻ കരയാണ്ട് തന്നെ പറയാം. ഓൻ തന്നെയാണ് അതും കരയിൽ എന്ന് പറഞ്ഞ മുളകെല്ലാം കണ്ണിലിട്ടിട്ടാണ് കരയുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും ഇപ്പോ ഇതാണല്ലോ ട്രെൻഡ്, ഇതായി ആക്കുന്നത്. എടാ കൈയിട്ടുണ്ടടാ, ഷഡ്ഡി അലക്കിയിട്ടുണ്ടടാ, മൊത്തിക്ക് അടി കൊണ്ടിട്ടുണ്ടടാ, മൂക്കിനും മുഖത്തും ചവിട്ട് കൊണ്ടിട്ടുണ്ടടാ. അതിലത്തൊന്നും വിഷമമില്ല. കാരണം കൂട്ടത്തിൽ ഒരുത്തൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നുള്ളൊരു വിഷമമില്ലേ, അതാർക്കാണെങ്കിലും വരും. പുറത്ത് കാണുന്ന നിങ്ങള് ഹാപ്പിനെസ്സും അവിടെ സന്തോഷവും അടിപൊളിയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചേതാണെന്നത് നിങ്ങള് കണ്ടറിഞ്ഞ് നോക്കുക. അതായത് ഈടെ സംഭവിക്കുന്ന എന്താ, അതായത് നമ്മൾ ഈടെ കൂട്ടത്തിൽ എന്താ നമുക്കേ അറിയും. നമ്മളെ അനുഭവിച്ചിട്ടുള്ളൂ. അല്ല ബാക്കി അവര് ഈ പറഞ്ഞ പോലെ തൊപ്പീന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം, റാംബോന്റെ ഭാഗം നിങ്ങൾ, നമ്മളെ ഭാഗം മാത്രം അവരും കേക്ക്. മമ്മൂ ഡാൻസ് സീരിയസ് ഞാൻ പറയുന്നത്, നമ്മളെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. മൂവി പേയ്മെന്റ് എന്തേ ഞാൻ വാങ്ങി? മൂവി പേയ്മെന്റ് ഞാൻ അഭിനയിച്ച, ഞാൻ ഒരു കാര്യം പറ്റേ കേസ്, ഞാൻ പറയുന്നത് അതും കൂടി തട്ടിയെടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇതെല്ലാം അങ്ങനെ അന്നേരം നമ്മളെല്ലാരും കൂടിയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ പേയ്മെന്റ് എല്ലാം വാങ്ങിയത്. മൂവി പേയ്മെന്റ് ഞാൻ അഭിനയിച്ച, അതായത് ഞാൻ ആ സിനിമയിൽ എത്ര മിനിറ്റ് ഉണ്ടോ, എത്ര മണിക്കൂറുണ്ടോ, ആ പൈസ എനിക്ക് കിട്ടണം. അതല്ലാണ്ട് തൊപ്പിക്കല്ല കിട്ടുന്നത്. തൊപ്പി അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഓനിക്ക് ആ പൈസ കിട്ടുക. ഓനിക്ക് പൈസ ചോദിച്ചു വാങ്ങല് ഇതാണ്. അല്ലാണ്ട് ഞാൻ ഷൂട്ടിന് പോയിട്ട് അഭിനയിച്ചു, ഞാൻ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ടു, വേലും ഇതും എന്തെല്ലോ കുറെ സിനിമയിൽ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പെട്ട പൈസ ആ തൊപ്പിക്കാണോ വേണ്ടത് അതോ അനക്കാണോ വേണ്ടത്? അത് നിങ്ങൾ തന്നെ പറ. ആ തൊപ്പിക്കാണോ നിങ്ങൾക്കാണോ? ഓരോ ഇനാഗറേഷന് പോകുന്നുണ്ട്.
ഓരോ ഇനാഗ്രേഷന് പോകുന്നുണ്ട്. ഞാൻ മമ്മൂന് ഇത്ര കൊടുക്കണം, ജാസിക്ക് ഇത്ര കൊടുക്കണം. കാരണം ഗ്യാങ്ങിന്റെ ഇനാഗ്രേഷൻ ആണല്ലോ. അപ്പൊ ഗ്യാങ്ങിന്റെ ഇനാഗ്രേഷന് അത് ജാസിന്റെ ടൈമിലുണ്ട് കേട്ടാ. ജാസി പറഞ്ഞു തരുക കാര്യങ്ങള്. അതായത് മമ്മൂന് ഇത്ര കൊടുക്കണം, ഷെമീറിന് ഇത്ര കൊടുക്കണം, മറ്റവനിക്ക് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കണമെന്നല്ലേ പറയുന്നുള്ളു. ആർക്ക് കിട്ടി? ഒരു ഉറുപ്പ്യ കിട്ടിയ ബന്ധം എനിക്കില്ല. ഒരു ഉറുപ്പ്യ കിട്ടിയേ, അതും ഞാൻ മാസത്തിൽ വീട്ടിൽ പോകുമ്പോൾ ചോദിക്കും, നീ അത് ഇരക്കണം ഒരു 3 ദിവസം മുന്നേ അങ്ങ് ഇരക്കണം, നീ അത് ഒന്ന് ഒരു 3000 തരുമോ, ഒന്ന് വീട്ടിൽ ഉമ്മാക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരക്കണം, എന്നാലേ തരൂ. അല്ലാണ്ട് ഒരു ഉറുപ്പ്യ ഇങ്ങോട്ടേക്ക് മമ്മൂ നിന്റെ വീട്ടിൽ കൊടുക്കുക ഒരു 5000 എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് തന്നിട്ടില്ല കേസ്. ഇതുവരെ ഓൻക്ക് അൾട്ടിമേറ്റ് പൈസ ആയിരിക്കും. ഓൻക്ക് അൾട്ടിമേറ്റ് പൈസ ആയിരിക്കും. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ് പൈസ അല്ല, നമുക്ക് ജീവിക്കാൻ പൈസ മതി. അതന്നെ. പക്ഷെ ഒന്നുമില്ലെങ്കിലും കൂടെ നിന്ന് കോമാളിത്തരവും ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഷഡ്ഡിയിട്ട് തുള്ളിന്ന്. അവൻ ആ ഷഡ്ഡിയിട്ട് തുള്ളിയതിന്റെ പൈസയെങ്കിലും തരണ്ടേ? ഇല്ലല്ലോ. നമ്മളും അതിലത്തെ എഫേർട്ട് എടുക്കുന്നുണ്ട്. തൊപ്പി നിങ്ങളെ ഇത്രയും വലിയ സംഭവത്തിലേക്ക് എടുത്തിച്ചു. ഓക്കെ, ഓൻ ഫെയിം ഇതെല്ലാം തന്നു. ബാക്കി ആരും എഫേർട്ടാണ്? അൻ്റെ ഇവൻ്റ് ബാക്കി എല്ലാവരും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വന്നത്. അല്ലാണ്ട് നമ്മൾ ഇതേപോലെ ബുദ്ധിങ്ങിയിട്ടാണോ ലൈവില് വന്നത്? ഓക്കെ, ഇപ്പം മൊത്തം ഡൗൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഫീൽഡ് ഔട്ടാണ്. ഓക്കെ, ഞാൻ ഒന്നും പറഞ്ഞു, ഫീൽഡ് ഔട്ടാണ്. ഇങ്ങനെ കളിയാക്കുന്നവർ മറ്റേതാക്കുന്നവർ എല്ലാം ഓക്കെ, ഫീൽഡ് ഔട്ടാണ്. എടാ, ഫീൽഡ് ഔട്ടായാൽ നമുക്ക് ഞാൻ ലൈവ് തന്നെ ചെയ്യാത്തത് വെച്ചാൽ ഈ ഒറ്റൊരു മനസ്സിനൊരു ഇതില്ലടാ. ഞാൻ പറഞ്ഞത്, ഞാൻ യാത്രയെല്ലാം പോകുന്നവർ. കാരണം ആൾക്കാരോട് പറയാനും പറ്റൂലല്ലോ, പൈസ ഒന്നും ഇല്ലാന്ന് പറയാനും പറ്റൂലല്ലോ. കാരണം ഇവിടെ ഒരു ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ നമ്മളെ. അപ്പൊ അത്രയും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഗ്യാങ് ഹൗസിന്. വിഷമം. കാരണം എല്ലാ ബർത്ത്ഡേക്കും ഓരോരാൾക്ക് ഇങ്ങനെ ഗിഫ്റ്റും, അതേപോലെ ഓരോരാൾക്ക് PC, ഓരോരാൾക്ക് എന്തെല്ലോ. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിയില്ല, ഞാൻ കാണിച്ചു തരാം. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞാൽ മൊത്തം അടിപൊളിയായിട്ട്, അതായത് ലൈവ് തന്നെ ഉണ്ട്. അതന്നെ, അതായത് അടിപൊളി DJ പാർട്ടിലായിട്ടുള്ള ഒരു ഇതാണ് PC. എന്നിട്ട് എവിടെ PC എവിടെ ഒന്ന് കണ്ടോട്ടാ. ജാസിക്ക് ഒരു PC അല്ല ജാസിക്ക് ഒരു PC അടിക്കലടാ പൊട്ടാ. അങ്ങനെ എന്തോ അവൻ അതിന് ക്യാപ്ഷൻ എന്തോ കൊടുത്തതെന്ന് തോന്നുന്നു. ജാസി ബർത്ത്ഡേ അങ്ങനെ എന്തോ ഇതാ കൊടുത്തതെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഇത് ജാസി ബർത്ത്ഡേ എന്ന് അടിച്ചാ മതി. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് ഉണ്ട്, ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിട്ട്. അതെപ്പാടാ ജാസി ബർത്ത്ഡേ പാർട്ടി സ്ട്രീം. മുനുവിന്റെ ഓഡിയോ അത് വെച്ചുതരാം. ഡബിൾ സ്ക്രിപ്റ്റ് വിശ്വസിക്കണം. അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെ ഒരിക്കലും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കല്ലേ, അതുപോലെ അവരെയും വിശ്വസിക്കല്ലേ. നിങ്ങൾ ആരുടെ ഭാഗത്താ ശരിയെന്ന് നിങ്ങൾക്കൊരു ബുദ്ധി ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അല്ലയോ ദൈവം ഒരു ബുദ്ധി തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ബുദ്ധി വെച്ച് നിങ്ങൾ ചിന്തിക്ക്. ആർക്കാണ് ആരെ ഭാഗത്ത് നിൽക്കണം, ആരെ ഭാഗത്ത് ശരി, നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും. അല്ലാതെ എൻ്റെ ഭാഗത്തോ ബ്ലൈൻഡ് ആയിട്ട് നിൽക്കരുത്, ഓൻ്റെ ഭാഗത്തോ ബ്ലൈൻഡ് ആയിട്ട് നിൽക്കരുത്. നിങ്ങളെ ബുദ്ധി വെച്ച് നിങ്ങൾ ആലോചിക്കും, എന്നിട്ട് നിങ്ങൾ ഇതാക്കിയാൽ മതി. മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞതിന്റെ നമ്മളിപ്പോ പറഞ്ഞത് ഒരു 15-18% നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഉണ്ട് ഒരു 80% കാര്യങ്ങളും ഇനിയും ഉണ്ട്. വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ഞാൻ 100% ഞാൻ ഷുവറായിട്ട് പറയാം, വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഇനിയും കാര്യങ്ങൾ വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കാം, എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എല്ലാത്തിനും ഉള്ള ഒരു മറുപടി ആയിട്ട് അവരങ്ങ് വരും. അപ്പം അവർ പറയട്ടെ, അവർ പറയാനുള്ളത് അവർ പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അതല്ലേ ബുദ്ധി, അതല്ലേ അതിൻ്റെ ന്യായം. എല്ലാന്നുണ്ടെങ്കിൽ അവർ മൊത്തത്തിൽ നമ്മളെ അങ്ങ് കയറി ഇതാക്കി കളയും. ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ പോലെ പടുകുയിൽ പെട്ട് എല്ലാവന്മാരും ഊമ്പിച്ച് തന്ന് എല്ലാവന്മാരും അടിക്കേണ്ട അത്ര അടിച്ചു തന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്.
ഇനി എന്നും നമ്മൾ പൊട്ടനാകാൻ നിൽക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്തൊരു തീരുമാനം അത്.